സ്ട്രോബെറി കൊണ്ട് ഒരു കിഡിലും ടേസ്റ്റി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? ഒന്ന് നോക്കണ്ട, നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുക്കുന്ന മേരി ഗോൾഡിന്റെ ബിസ്ക്കറ്റ് ആണ്. കുറച്ച് എമൗണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് സെറ്റ് ആക്കി വെക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ റെഡിയായി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ലെയർ ആക്കണ്ടേ? അതിനായി സ്ട്രോബെറി കുറച്ച് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുക്കണം. ഇത് നമുക്ക് കെറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കാം. ഇനി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. കുറച്ച് ടൈം ഇളക്കി കൊടുക്കുമ്പോൾ ഒരു തിക്ക് രൂപത്തിലെത്തുവേ. അപ്പൊ നമുക്ക് കെറ്റിൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്ട്രോബെറി പ്യൂരി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറിന് സാധനം ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് തേർഡ് ലെയറിന് വേണ്ടിയിട്ട് ഒരു ക്രീം സെറ്റ് ആയി എടുക്കാം. അതിനാദ്യം തന്നെ ഞാൻ ഇവിടെ ഫ്രഷ് ക്രീം ആണ് എടുക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ക്രീമിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്ട്രോബെറി പ്യൂരിയില്ലേ, അത് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഫ്ലേവർ അതിൽ കിട്ടുമല്ലോ. പിന്നെ കളർ നല്ലൊരു പിങ്കിഷ് കളർ ആയിട്ട് മാറുക. അങ്ങനെ നമ്മൾ തേർഡ് ലെയറിന് വേണ്ടി ക്രീം നല്ല രീതിയിൽ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണ് നമുക്ക് വേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഓരോ ലെയർ സെറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ആയ ബിസ്ക്കറ്റ് നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് നമ്മൾ സ്ട്രോബെറി പ്യൂരി മൊത്തം ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആൻഡ് തേർഡ് ലെയർ ആയ ക്രീം നമുക്ക് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഈ സാധനം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം സെറ്റ് ആക്കാൻ വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പൊ ഞാനിവിടെ വെച്ച് നല്ല കിഡിലായിട്ട് സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി സ്ട്രോബെറി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ചീസ് കേക്ക് തിന്നുന്ന അതേ ഫീൽ ആണ്. ബിസ്ക്കറ്റിന്റെ ലെയറെല്ലാം അത് നല്ലൊരു റിച്ച് ഫ്ലേവർ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്ട്രോബെറിന്റെ ഫ്ലേവർ എല്ലാം കൊണ്ട് നല്ല കിഡിലും ഡെസേർട്ട് ആണ്. അപ്പൊ സ്ട്രോബെറി കയ്യിലുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ശരി ഗൈസ്, ബൈ.